എൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മമ്മയുടെ ഒരു ചെറിയൊരു ബിസിനസ് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടാലോ ഗായ്സ്? അപ്പോൾ ഇതാണ് എൻ്റെ അമ്മമ്മേൻ്റെ വെള്ളപ്പം ചുടുന്ന പീടിയ. നമ്മളിവിടെ വെള്ളപ്പം എന്നാണ് പറയുക, പല നാട്ടിലെ അപ്പം എന്നൊക്കെ പറയലുണ്ട്. ഇതാണ് ഈ ഷോപ്പിൻ്റെ സൈഡ് ഭാഗം. അപ്പോൾ നമുക്ക് വെള്ളപ്പം ചുടുന്നത് കാണാം. ഇതാണ് നമ്മുടെ വെള്ളപ്പം. ഇതാണ് അമ്മൂമ്മ ചുടുന്ന വെള്ളപ്പം. ഇത് 1-ന് 7 രൂപയാണ് വെള്ളപ്പത്തിൻ്റെ വില. അപ്പം ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ഇത് തുടങ്ങിയിട്ടൊരു 10-12 വർഷത്തിൻ്റെ അടുത്തായി അല്ലേ? 12 വർഷമല്ലേ? 12 വർഷത്തിൻ്റെ അടുത്തായി. ഞാൻ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അമ്മൂമ്മ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ വെള്ളപ്പത്തിൻ്റെ വില വെറും 4 രൂപയായിരുന്നു. ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം ഇതിനിപ്പോൾ 7 രൂപയാണ് വില വന്നിട്ടുള്ളത്. എന്നാലും 7 രൂപയ്ക്ക് ആൾക്കാർക്ക് ലാഭം തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റി വെള്ളപ്പമാണ്. പുറത്ത് നമ്മളെ കടയിലൊക്കെ 10 രൂപയാണ് വെള്ളപ്പത്തിന്. ചില പീഡിയക്കാരൊക്കെ ഇവിടെ നിന്ന് 7 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയിട്ട് വലിയ ഹോട്ടലിൽ 10 രൂപയ്ക്ക് വിൽക്കലുണ്ട്. പക്ഷെ അമ്മൂമ്മ അധികം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലുള്ള ആൾക്കാരൊക്കെ ഈ രാവിലെ പെട്ടെന്ന് കന ഉണ്ടാക്കാനൊന്നും ചായ പലഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാർ പെട്ടെന്ന് അമ്മൂമ്മൻ്റെ കടയിൽ വന്നിട്ട് വെള്ളപ്പം വാങ്ങാറാണ് പതിവ്. 7 രൂപയാണ് വെള്ളപ്പത്തിൻ്റെ വില വരുന്നത്. 7 രൂപയ്ക്ക് കുറഞ്ഞ വില തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാ കടകളിലും 10-15 വരെ ഉണ്ട് ഓരോ വെള്ളപ്പത്തിൻ്റെയൊക്കെ വില. പക്ഷെ നമ്മളവിടെ 7 രൂപയേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് നല്ല ഈസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാത്ത നല്ല രീതിയിലുള്ള നല്ല കൂട്ടാണ് അമ്മൂമ്മേൻ്റെത്. അങ്ങനെയാണ് അമ്മൂമ്മ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പണ്ടൊക്കെ വെള്ളപ്പം തന്നെയായിരുന്നു കഴിക്കാറ് അമ്മമ്മ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാലാണ് വെള്ളപ്പത്തിനെ മിസ് ചെയ്യുന്നത്. ഞാനൊക്കെ പല പ്രാവശ്യം ഇത് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്റ്റൈലിലേക്കും ഈ ഒരു ടേസ്റ്റിലേക്കും എത്തലില്ല. പറയുമ്പോൾ വേറെ കൂട്ടൊന്നും കൂട്ടാതെ നല്ല നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്കിത് പറ്റിയിട്ടില്ല. പിന്നെ കൊണ്ടുപോകുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ചില സമയത്ത് ഇങ്ങനെ ഈ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് 75-100 അങ്ങനെയുള്ള വെള്ളപ്പത്തിൻ്റെ ഓർഡറൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോയാലൊക്കെ നല്ല അഭിപ്രായമാണ് ഉണ്ടാവല്. വെള്ളപ്പത്തിനെ പറ്റിയിട്ട് നല്ല ടേസ്റ്റാണ് എന്നാണ്. ഞങ്ങളവിടെ വെള്ളപ്പം എന്നാണ് പറയുക. ചില സ്ഥലത്ത് പാലപ്പം എന്ന് പറയും. അങ്ങനെ പല പേരും ഉണ്ട് ഇതിന്. ഞങ്ങൾ വെള്ളപ്പം എന്നാണ് പറയുന്നത്. നമ്മൾ കോഴിക്കോട്ടുകാർ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്മൂമ്മേൻ്റെ വെള്ളപ്പ ഷോപ്പ്. പണ്ട് ആദ്യം അപ്പുറത്തെ സൈഡായിരുന്നു അമ്മൂമ്മേൻ്റെ ഷോപ്പ് വന്നത്. അത് വേറൊരാളെ പീടികയിൽ നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഒരു 8 കൊല്ലമായിട്ടുള്ളൂ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു റൂം പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വെള്ളപ്പം ആക്കാൻ തുടങ്ങിയത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വെള്ളപ്പം? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമാണോ ഇവിടുത്തെ വെള്ളപ്പം? എന്നും വരലുണ്ടോ വെള്ളപ്പം വാങ്ങാന്? എന്നും വരലുണ്ട്? ഇടയ്ക്കിടയ്ക്കാണോ? ഓക്കെ. അപ്പോൾ ഗായ്സ്, നാട്ടിലെത്തിയവരെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അമ്മൂമ്മയുടെ ചെറിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.